ഹലോ, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും. ചിലർക്ക് അമിത മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല. ചിലർക്ക് കടബാധ്യതയാണ്. ചിലർക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ, പങ്കാളിയുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ല. ചിലർക്ക് ബന്ധുക്കളുമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഒക്കെ പ്രശ്നങ്ങളാണ്. ചിലർക്ക് ജോലിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പലപ്പോഴും നമ്മളെ തളർത്തിക്കളയും. ചിലർക്ക് ആഗ്രഹമുണ്ട്, ഇതിൽ നിന്നൊക്കെ മാറണമെന്ന് ആഗ്രഹമുണ്ട്, മദ്യപാനം നിർത്തണമെന്നുണ്ട്, കടബാധ്യത മാറ്റണമെന്നുണ്ട്, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ മാറ്റണമെന്നുണ്ട്. പക്ഷെ മാറ്റാൻ അങ്ങോട്ട് സാധിക്കുന്നില്ല. ഈ എപ്പിസോഡ് മുഴുവൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. നമ്മൾ സാധാരണയായിട്ട് തലയിലെഴുത്ത്, തലവര എന്നൊക്കെ പറയാറില്ലേ? ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഒരു തലവര ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരാൾക്കൊരു വലിയ നേട്ടം സംഭവിച്ചാൽ, അതുപോലെ തന്നെ വലിയൊരു ആപത്ത് സംഭവിച്ചാൽ ഒക്കെ നമ്മൾ പറയാറുണ്ട് അതവൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പം തലവര അഥവാ തലയിലെഴുത്തുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും ഈ തലയിലെഴുത്തൊന്നും ഉണ്ടോ? ഉണ്ടെന്നാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന മനഃശാസ്ത്രം പറയുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ തലവര അഥവാ തലയിലെഴുത്ത് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ തലയിലെഴുത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് മാറ്റാൻ പറ്റുമോ? നമ്മൾ കേട്ടിട്ടുണ്ട് തലയിലെഴുത്ത് തൂത്താൽ പോകില്ല എന്ന്. അങ്ങനെയാണോ? ഈ എപ്പിസോഡ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കേൾക്കൂ. ജീവിതത്തിൻ്റെ തിരക്കഥ അഥവാ സ്ക്രിപ്റ്റ് അഥവാ തലയിലെഴുത്ത് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ എഴുതിയ തിരക്കഥ, ഓൾറെഡി എഴുതി കഴിഞ്ഞ തിരക്കഥ എന്താണെന്ന് അത് തിരുത്തി എഴുതിയാൽ മനസ്സമാധാനവും സന്തോഷവും കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ എഴുതിയ ആടുജീവിതം എന്ന കഥ സിനിമയാക്കിയിരിക്കുകയാണ്. ബ്ലസ്സി എന്ന സംവിധായകനാണ് അത് സിനിമയാക്കിയത്. പൃഥ്വിരാജ് എന്ന മഹാനടൻ തകർത്ത് അഭിനയിച്ചിരിക്കുന്നു. ഒരുപാട് എഫേർട്ടുകൾ എടുത്ത് അഭിനയിച്ചിരിക്കുന്നു. എല്ലാവർക്കും ആ സിനിമ ഇഷ്ടമായി. ഇതുപോലെ പല ആടുജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ സിനിമകൾക്കും ഒരു തിരക്കഥ ഉണ്ടാവും. ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് ഒരു തിരക്കഥയാണ്. പിന്നീടാണ് കാസ്റ്റിങ്, അത് ആരൊക്കെ അഭിനയിക്കണം, നായകനാര്, നായികയാര്, മറ്റ് കഥാപാത്രങ്ങൾ ആരൊക്കെ, ഏത് ലൊക്കേഷനിലാണ് ആ സിനിമ എടുക്കേണ്ടത്. പിന്നീട് ആ തിരക്കഥയ്ക്കനുസരിച്ചായിരിക്കും ആ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു തിരക്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തലവര ഉണ്ടാകും എന്നാണ് സൈക്കോളജി പറയുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു തിരക്കഥ, പിന്നീട് അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? എന്നാൽ കേട്ടോളൂ. ജനിച്ച് 7 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞ് തൻ്റെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങളെയാണ് സ്ക്രിപ്റ്റ് അഥവാ തിരക്കഥ എന്ന് വിളിക്കുന്നത്. ഈ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് അവൻ മരണം വരെ പിന്നെ പ്രവർത്തിക്കുന്നത്. അത് എത്ര ദോഷകരമാണെന്ന് അറിഞ്ഞാലും അതിൽ നിന്ന് മാറാൻ സാധാരണഗതിയിൽ സാധിക്കില്ല. അതിലേക്ക് തന്നെ ആയിപ്പോവും. കാരണം സ്ക്രിപ്റ്റ് അഥവാ തലവര അല്ലെങ്കിൽ നമ്മുടെ തലയിലെഴുത്ത്, നമ്മൾ എഴുതിയ ആ സ്ക്രിപ്റ്റ് സാധാരണഗതിയിൽ അത് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ 7 വയസ്സ് വരെയുള്ള കാലം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഒരു ചെറിയ കുഞ്ഞ് എങ്ങനെയാണ് ഇങ്ങനെ തീരുമാനമൊക്കെ എടുക്കുന്നത്? അത് ചുമ്മാ പറയല്ലേ? നമ്മുടെ ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് ഗർഭത്തിനുള്ളിലായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ സന്തോഷവും അമ്മയുടെ മാനസിക സംഘർഷങ്ങളും ഒക്കെ കുഞ്ഞ് അറിയുന്നുണ്ട്. അത് കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 7 വയസ്സിനുള്ളിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. അപക്വമായ മനസ്സാണെങ്കിൽ പോലും
അവരൊരു തീരുമാനം അങ്ങ് എടുക്കും, അതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ എന്താണ് ഈ തലയിലെഴുത്ത് ഇങ്ങനെ ഫോം ചെയ്യാനുള്ള കുറേ റീസൺസ് ഉണ്ട്. ജനന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അവൻ്റെ ആവശ്യങ്ങൾ നേരിടുന്നതിന് താമസം വരുന്നത്, മാതാപിതാക്കളിൽ നിന്നുള്ള അവഗണന, ഇനി അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് സ്നേഹവും കരുതലും നല്ല കുടുംബാന്തരീക്ഷവും ഒക്കെ, ഇങ്ങനെ നല്ലതോ മോശമോ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു കുഞ്ഞിനുണ്ടാവും. പിന്നെ അതുപോലെ മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നൊക്കെ കിട്ടുന്ന പോസിറ്റീവ് നെഗറ്റീവ് അംഗീകാരങ്ങൾ, അവൻ വളരുന്ന സാഹചര്യങ്ങൾ, അവൻ ഇടപെടുന്ന ആളുകൾ, ഇതിൽ നിന്നൊക്കെ അവൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഇങ്ങനെ എടുക്കുന്ന ആ ശക്തമായ തീരുമാനങ്ങളെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുനാളിലെ അനുഭവങ്ങൾ പിന്നീടുള്ള ജീവിതത്തിൽ വളരെയധികം സ്വാധീനം വരുത്തുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കുറ്റവാളിയായാലും ഒരു പ്രശ്നക്കാരനാണെങ്കിലും അയാളെ നമ്മൾ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഏർലി ചൈൽഡ്ഹുഡ് ആ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പേരൻസിനെയും കൗൺസിലിംഗ് ചെയ്യും. അപ്പോൾ അതിലിങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം കുഞ്ഞിലത്തെ അനുഭവങ്ങളാണ് പിന്നീടുള്ള ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നത്. പരാജയങ്ങൾ, അസുഖങ്ങൾ, അപകടങ്ങൾ, ഇതുപോലെ വിജയങ്ങളും, ഇതൊക്കെ ആവർത്തിച്ചുണ്ടാകുന്നത് ഈ സ്ക്രിപ്റ്റിൻ്റെ സ്വാധീനം കൊണ്ടാണ്. സ്ക്രിപ്റ്റിനൊരു ലൈവ് ഉദാഹരണം ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ, നല്ല ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, നല്ല ശമ്പളമുള്ള ഒരു ജോലിയുണ്ട്, വിവാഹമൊക്കെ കഴിച്ചു, മിടുക്കിയും സുന്ദരിയും നല്ല ഒരു കുട്ടി, ഭാര്യ, ഒരു മിടുമിടുക്കനായ ഒരു കുഞ്ഞു മകൻ. ഇയാളിപ്പം മദ്യത്തിനടിമയാണ്. മദ്യപാനം കൂടി വന്നപ്പോൾ ഇയാളുടെ ജോലി നഷ്ടപ്പെട്ടു, കടബാധ്യതകൾ കൂടി, കിടക്കുന്ന സ്ഥലം വരെ പണയത്തിലായി, ചങ്കും കരളും ഒക്കെ തകരാറിലായി. ആരൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അനുസരിക്കാൻ തയ്യാറല്ല. ഒടുവിൽ സഹികെട്ട ഭാര്യ ആ കുഞ്ഞിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. ആരൊക്കെ ഉപദേശിച്ചിട്ടും ആരൊക്കെ ശ്രമിച്ചിട്ടും അയാളെ അതിൽ നിന്ന് പിന്മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ ആളുകൾ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അച്ഛൻ മദ്യപാനി ആയതുകൊണ്ട് അവൻ അങ്ങനെ വന്നത്, അവൻ്റെ ജാതകദോഷമാണ്, അവൻ്റെ കൂട്ടുകാരാണ് കാരണക്കാർ, കടം കയറിയപ്പോഴാണ് അവൻ കൂടി തുടങ്ങിയത്, അവൻ്റെ തലവരെയാണ്, ഇങ്ങനെയൊക്കെ പലരും അഭിപ്രായങ്ങൾ പറയുന്നു. എന്നാൽ ഇത് 7 വയസ്സിനുള്ളിലെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ, അത് വളർച്ചയുടെ ഘട്ടത്തിൽ മാതാപിതാക്കൾ കൂടെ അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം ഇത് ശക്തമാവും. പിന്നെ സ്കൂളിൽ, പിന്നെ കൂട്ടുകാർ, ഇങ്ങനെയൊക്കെ ഉള്ള ഇടപെടലുകളിലൂടെ അത് ശക്തമാവും. പിന്നീട് അവന് വരുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് അത് ആവർത്തിച്ച് അവനെ ഉറപ്പിക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകണം. എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ്. ജനിച്ച എല്ലാവർക്കും കുഞ്ഞിലെ ഇതുപോലൊരു സ്ക്രിപ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. 3 തരത്തിലാണ് ഈ തിരക്കഥകൾ. ആദ്യത്തേത് വിജയികളുടെ സ്ക്രിപ്റ്റ്, വിന്നേഴ്സ് സ്ക്രിപ്റ്റ് എന്ന് പറയും. രണ്ടാമത്തേത് പരാജിതരുടെ സ്ക്രിപ്റ്റ്. മൂന്നാമതായിട്ട് വിജയികളുമല്ല പരാജിതരുമല്ല, ഒരു ബാനൽ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇങ്ങനെ 3 തരം സ്ക്രിപ്റ്റുകളുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഇനി വിജയികളുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നല്ല ഒരു അന്തരീക്ഷം, മാതാപിതാക്കൾ തമ്മിൽ നല്ല സ്നേഹത്തിലും സഹകരണത്തിലും കഴിയുന്ന ഒരു കുടുംബം. ഈ ജനിക്കുന്ന കുഞ്ഞിന് ധാരാളം സ്നേഹവും ലാളനകളും ധാരാളമായി ലഭിച്ചു വളരുന്നു. നീ മിടുക്കനാണ്, അല്ലെങ്കിൽ മിടുക്കിയാണ്, നല്ലവനാണ്, കഴിവുണ്ട് എന്നൊക്കെ മാതാപിതാക്കളിൽ നിന്ന് വീണ്ടും കേട്ട് വളർന്നവർ. ഇതിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്ന കുഞ്ഞ് അതെല്ലാം വിശ്വസിക്കും. ഭാവിയിലും അങ്ങനെ ആയി തീരാൻ അവൻ തീരുമാനിക്കുകയും ചെയ്യും. അവന് വിജയികളുടെ സ്ക്രിപ്റ്റാണ് അവൻ ഫോം ചെയ്യുന്നത്. ഒരു വിജയിയുടെ സ്ക്രിപ്റ്റ് അവൻ ഓൾറെഡി ഫോം ചെയ്ത് കഴിയും. പിന്നീട് അവൻ്റെ എക്സ്പീരിയൻസ്, അതിൽ നിന്ന് അവൻ മാറില്ല. ആ സ്ക്രിപ്റ്റ് എങ്ങനെ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയാണ് അവനെപ്പോഴും ഉള്ളത്. ഇവർ പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തിട്ട് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഇവർക്ക് ലക്ഷ്യമുണ്ടാവും, ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കും, ലക്ഷ്യത്തിലെത്തും. ഇവരുടെ ആ ലക്ഷ്യം മൂലം സമൂഹത്തിനും പ്രയോജനമുള്ളവരായിട്ട് ഇവർ മാറും.
അപ്പോൾ അങ്ങനെ വിജയികളായിട്ടുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ സ്ക്രിപ്റ്റ് പരിശോധിച്ചാൽ അറിയാം അവർക്ക് കുഞ്ഞിലേ കിട്ടിയ ആ ബെറ്റർ എക്സ്പീരിയൻസ് അതായിരിക്കും അവർക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഫോം ചെയ്യാൻ കാരണം. അടുത്തതാണ് പരാജിതൻ്റെ സ്ക്രിപ്റ്റ്. കുഞ്ഞിലെ ഒരുപാട് ശിക്ഷകൾ, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, കളിയാക്കൽ, ഇതൊക്കെ അനുഭവിച്ച്, അവഗണന ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന കുട്ടികളുണ്ട്. നിന്നെ എന്തിനു കൊള്ളാം, നീ നന്നാവില്ല, നിനക്കൊരു കഴിവുമില്ല, മുടിക്കാൻ വേണ്ടി ജനിച്ചവൻ തുടങ്ങിയ വാക്കുകൾ കേട്ട് വളർന്നവർ. പലരും ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയും ആളുകൾ. ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന വിശ്വാസത്തിലാണ് മാതാപിതാക്കൾ ഓരോ വാക്കുകളൊക്കെ പറയുന്നത്. പക്ഷേ കേൾക്കുന്ന ഭൂരിപക്ഷം കുട്ടികളും തങ്ങൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കും. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു. ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ, ജീവിതം പതിയെ പതിയെ പരാജയത്തിലേക്ക് നീങ്ങുന്നു. നമ്മൾ അങ്ങനെയുള്ളവരാണ് ഈ അമിത മദ്യപാനവും ഈ ആളുകൾ തമ്മിൽ പെരുമാറുമ്പോഴുള്ള ഇഷ്യൂസും ഈഗോസും ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. അടുത്തതാണ് വിജയിക്കാത്തവരുടെ സ്ക്രിപ്റ്റ്. അതായത് വിജയമല്ല, പരാജയത്തിനുമല്ല, ബാനൽ സ്ക്രിപ്റ്റ്. നമ്മൾ ഭൂരിപക്ഷം ആളുകളും ഇതിലാണ്. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. അത് നല്ലതും മോശവുമായ അനുഭവങ്ങൾ കിട്ടിയവരാണ്. പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല ജീവിതത്തിൽ. ഈ ജീവിതം കൊണ്ട് നമുക്ക് നേടാവുന്ന നേട്ടങ്ങളോ ആസ്വദിക്കാവുന്ന സന്തോഷമോ ഒന്നും ഇവർ കാണുന്നതേയില്ല പലരും. മനുഷ്യനായി ജനിച്ചു പോയി, അതുകൊണ്ട് ജീവിക്കണം മരിക്കും വരെ. ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഈ തലയിലെടുത്ത് ഉള്ളവര് ചിലർ പരുക്കുകളില്ലാതെ അങ്ങ് ജീവിച്ചു പോകും. ചിലർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കും. ജയില്, മനോരോഗ ആശുപത്രിയിൽ, ഒറ്റപ്പെടൽ, ഇതിലേക്കെല്ലാം പോകും. അപ്പം ഇങ്ങനെ 3 തരം സ്ക്രിപ്റ്റുകളാണ് ആൾക്കാർക്കുള്ളത്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. വിജയികളുടെ സ്ക്രിപ്റ്റ്, പരാജിതരുടെ സ്ക്രിപ്റ്റ്, വിജയിയും പരാജിതനുമല്ലാത്ത ആളുകളുടെ സ്ക്രിപ്റ്റ്. ഈ ക്ലാസ് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റ് എന്താണെന്ന് തിരിച്ചറിയുക. സാധാരണ ആളുകൾ പറയാറുണ്ട് തലയിലെടുത്ത് തൂത്താൽ പോകില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷെ സൈക്കോളജി പറയുന്നത് ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ തലയിലെഴുത്ത് നമുക്ക് തിരുത്താം. ഇപ്പം ടിയയിൽ പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ കഴിവുണ്ട്, വേണമെങ്കിൽ ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ഒരുപാട് മോശം സാഹചര്യങ്ങളിൽ നിന്നും ആളുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഒത്തിരി പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളല്ല, റിയൽ സ്റ്റോറീസ്. വളരെ മോശമായ സാഹചര്യങ്ങളിൽ നിന്നും വന്നിട്ട് പോലും അവരൊരുപാട് ഉയരങ്ങളിലെത്തും. അവർ മാറ്റം വരുത്തണമെന്ന് സ്വയം ആഗ്രഹിച്ചവരാണ്. അതായത് നമ്മുടെ തലയിലെഴുത്തിൻ്റെ ആ രചനയും നിർവഹണവും മനസ്സിലാക്കിയാൽ നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താം, ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതത്ര ഈസിയല്ല, ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. അതുപോലെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ക്രിപ്റ്റ് ഫോം ചെയ്യുന്ന കാലയളവ് അത് കുട്ടിക്കാലമാണ്. 7 വയസ്സിനുള്ളിലുള്ള കാലം. ആ സമയത്ത് കുഞ്ഞിന് സ്നേഹവും കരുതലും പോസിറ്റീവ് അംഗീകാരങ്ങളും നല്ല കുടുംബാന്തരീക്ഷവും ഒക്കെ കൊടുക്കാൻ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാം കുട്ടിയെ ബാധിക്കും. ഒരു മോശമായൊരു സംസാരം, ഇപ്പം എൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞുമോള് ആര് പറയുന്നതും ശ്രദ്ധിക്കും. നമ്മൾ വിചാരിക്കും അവളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും റിപ്പീറ്റ് ചെയ്യും. നമ്മളെ അവർ വാച്ച് ചെയ്യും. ഒരു ഒപ്പുകടലാസ് പോലെയാണ്, എല്ലാ കാര്യങ്ങളും അവർ ഒപ്പിയെടുക്കും. നമ്മൾ വിചാരിക്കും ഇവരിതൊന്നും കാണുന്നില്ല. പക്ഷെ കുഞ്ഞു പ്രായം, നമ്മൾ പറയാറില്ല ക്യാച്ച് ദം യങ്. കുഞ്ഞിലെ എല്ലാം സാധ്യമാണ്. ചെറിയ കുഞ്ഞിനെ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴും ഒക്കെ സാധിക്കുന്നത് ഏറ്റവും കുഞ്ഞിലെ അവരെ ക്യാച്ച് ചെയ്താൽ എല്ലാം അവർക്ക് സാധ്യമാണ്. വളരും തോറുമാണ് ഇതിനോടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഏത് മോശം സ്ക്രിപ്റ്റും മനസ്സ് വെച്ചാൽ, സ്വയം വിചാരിച്ചാൽ, അതിനുവേണ്ടി എഫേർട്ട് എടുത്താൽ മാറ്റിയെടുത്ത് വിജയികളാകാം. ഒരു പരാജിതൻ്റെ സ്ക്രിപ്റ്റാണ് എനിക്ക്, ഞാനൊരു മുഴുക്കുടിയനാണ്, അല്ലെങ്കിൽ എൻ്റെ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ട്, അപ്പോൾ ചിന്തിക്കണം ഇത് എൻ്റെ, അപ്പോൾ കുഞ്ഞുനാളത്തെ കാര്യങ്ങളും എല്ലാം ഓർക്കുക. പലരും മാതാപിതാക്കളെ കുറ്റം പറയും. ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ മാതാപിതാക്കൾ ശരിയല്ലാത്തത് കൊണ്ടാണ്, അവരന്ന് അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പഴിചാരാതെ ജീവിതം നിങ്ങളുടേതാണ്. അപ്പോൾ അത് നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. മാതാപിതാക്കളൊക്കെ മാറും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവരൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അവരുടെ ജീവിതം കഴിഞ്ഞു. പിന്നീടുള്ള ജീവിതം നിങ്ങളുടെ ജീവിതമാണ്. അതിങ്ങനെ പഴി പറഞ്ഞും സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും ഒക്കെ പോകാതെ അതിന് മാറ്റം വരുത്താൻ
കഴിയണം. ഏത് മോശം സ്ക്രിപ്റ്റും മാറ്റിയെടുക്കാൻ സാധിക്കും. ഏത് പരാജിതനും വിജയിയായി മാറാം. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ആരെങ്കിലും പരാജിതൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവേത് ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഒരു വിജയിയുടെ സ്ക്രിപ്റ്റിലേക്ക് മാറുക. എല്ലാ നന്മകളും നേരുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓണാക്കണം.